നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിനകത്ത് നീ താമസിക്കുന്നത് ഗിരിയെ കാണാതായതിന്റെ തെളിവുകൾ ഓരോന്നായി നശിപ്പിക്കാനാ. പെട്ടെന്നിറങ്ങ്, എനിക്ക് മുറി കൂട്ടണം. എന്റെ ജീവൻ പോയാലും ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. ഇതൊരു നടക്ക് പോകും തോന്നില്ല ചേച്ചി. എന്റെ പൊന്നു കൊച്ചേ, ചേച്ചിയെ വെറുതെ ദേഷ്യപ്പെടുത്താതെ നീ വേഗം ഒന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിക്കേ. കണ്ടാ, എനിക്ക് മുറി പൂട്ടണം. ഇല്ല, എന്റെ ഗിരിയുടെ ഓർമ്മകളുള്ള ഈ മുറിയിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ തയ്യാറല്ല. ഗിരി വരുന്നവരെ എനിക്ക് ഇവിടെ തന്നെ കഴിയണം. എന്റെ പ്രാർത്ഥനകളായി ഈ മുറിയിൽ നിറയെ. മര്യാദയ്ക്ക് പറഞ്ഞാലേ ഇവൾക്ക് ഒട്ടും മനസ്സിലാവില്ല. ഇങ്ങോട്ട് പാടി. അമ്മേ, ഇങ്ങോട്ട് പറഞ്ഞേ. വെറുതെ നീ ബലം പിടിക്കണ്ട. ഇവിടെ നിന്നെ രക്ഷിക്കാനേ ആരുമില്ല. നിന്നെ രക്ഷിക്കാനേ ഒരച്ഛമ്മയും വരില്ല. അവരിവിടെ ഇല്ല, അമ്പലത്തിൽ പോയേക്ക്. അമ്പേ, കൂട്ടണ മുറി. എന്താ മോളെ, എന്താ? അമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോവാ. ഇറക്കി വിടാനോ? നീ എന്തൊക്കെയാ സുമി പറയുന്നേ? എന്നെ ബലമായിട്ട് പിടിച്ച് പുറത്താക്കിട്ട് ആ റൂം അമ്മ അടച്ചു പൂട്ടി. എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടല്ലേ അച്ഛമ്മേ, ഞാൻ എങ്ങോട്ടും പോവില്ല. എന്താ അനുരാധ ഇതൊക്കെ? നീ എന്തിനാ അവളുടെ മുറി പൂട്ടിയത്? ഇവളുടെ മുറിയോ? അതിനെ ഇവൾക്ക് ഈ വീട്ടിൽ ഏത് മുറിയാ ഉള്ളത്? ഞാൻ പൂട്ടിയത് എന്റെ ഗിരിയുടെ മുറിയാ. അവൻ തിരിച്ചു വരുന്നത് വരെ ആ മുറിയിൽ ആരും താമസിക്കണ്ടെന്നാ എന്റെ തീരുമാനം. ഓഹോ, അങ്ങനെ ഭാരിച്ച തീരുമാനങ്ങളൊക്കെ എടുക്കാൻ മാത്രം നീ വളർന്നു അല്ലേ? എന്റെ തക്കുടിന്റെ ഭാര്യ ഇവള്. തക്കുട് ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ ആ മുറിയിൽ തന്നെയാ കഴിയേണ്ടത്. അമ്മ ഈ കാര്യത്തിൽ ഇടപെടേണ്ട. ഗിരി തിരിച്ചു വരുന്നത് വരെ ഇവൾ ആ മുറിയിലെന്നല്ല ഈ വീട്ടിൽ തന്നെ താമസിക്കണ്ട. അതെ, നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ പോരല്ലോ. നിനക്ക് ഈ വീട്ടിൽ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ സുമിതക്കും ഉണ്ട്. തക്കുടുവിന്റെ രണ്ടാം അമ്മയായിട്ട് നീ ഈ വീട്ടിൽ കയറി വന്നവളാ. ഇവൾ അവന്റെ ഭാര്യയും. രണ്ടാം അമ്മയെക്കാളും സ്വന്തം ഭാര്യക്കാണ് ഈ വീട്ടിൽ ഒന്നാം സ്ഥാനം. അത് നീ മറക്കണ്ട. ഞാനൊരു കാര്യം എല്ലാരോടായിട്ട് പറയാ, തക്കുടു ഇല്ലാത്തതിന്റെ പേരിൽ സുമിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആരും ശ്രമിക്കണ്ട. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാനത് സമ്മതിക്കില്ല. ഇനി ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ ഈ കാദംബരിയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. മനസ്സിലായല്ലോ? തൽക്കാലം ഞാൻ അവളെ എന്റെ മുറിയിൽ താമസിപ്പിക്കാൻ കൊണ്ടുപോവാ. തടയാൻ ധൈര്യം ഉണ്ടെങ്കിൽ തടഞ്ഞു നോക്ക്. വാ മോളെ, മാറ്. പൂലൻ ദേവിയാന്നാ ഈ തള്ളയുടെ വിചാരം. ഒറ്റ അച്ഛമ്മയാണല്ലോ. സുമിക്ക് എന്തെങ്കിലും? നീ ഫോൺ എടുക്ക്. ഹലോ അച്ഛമ്മേ. അച്ഛമ്മയല്ല, ഞാനാ സ്നേഹ. നിന്റെ ഫോണിന് ഇത് എന്തു പറ്റി? ഞാൻ രാവിലെ തൊട്ട് നിന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. സ്വിച്ച് ഓഫ് ആണെന്ന് പറയണേ. അതൊക്കെ ഞാൻ പിന്നെ വിശദമായിട്ട് പറയാം. എനിക്ക് ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ സഹായം വേണം. സുമി, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. എന്താ ആവശ്യം പറഞ്ഞാ മതി. അത് പിന്നെ ആകാശം, ഗിരിയെ കണ്ടെത്താൻ വേണ്ടിട്ട് കിരണിന്റെ സഹായം തേടണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ? അവനെ നമുക്ക് നേരിട്ടൊന്ന് കാണണം. ഗിരിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു ക്ലാരിറ്റി വരുത്താനുണ്ട്. സുമി, അത് വേണോ? ഞങ്ങൾ അന്നും പറഞ്ഞതാ അവനുമായിട്ടുള്ള ഒരിടപാട് ഇനി വേണ്ടാന്ന്. നിങ്ങൾ എന്താ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? എന്റെ ആവശ്യം ഗിരിയെ കണ്ടെത്തുക എന്നത് മാത്രമാണ്. അതിന് ഏത് വളഞ്ഞ മാർഗവും സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊക്കെ ശരിയാണ് സുമിത. പക്ഷെ അവൻ ഗിരിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളല്ലേ കിരൺ.
അന്നത്തെ സംഭവത്തോടെ ഒരു ആനുകൂല്യം കൊടുക്കാതെ ഗിരി അവനെ കമ്പനിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതല്ലേ? ഇനി അങ്ങനെയുള്ള ഒരുത്തിനോട് അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. അന്ന് കിരൺ കാണിച്ച തെമ്മാടിത്തരത്തിന് ഗിരി അത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അതല്ലല്ലോ ആകാശേ. ഗിരിയെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അവന്റെ കയ്യിലുണ്ട്. പണ്ട് ഗിരിക്കെതിരെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവൻ ശേഖരിച്ചതാ അതൊക്കെ. ഇന്ന് അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഉപകാരം ഉണ്ടായാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ കണ്ട് സംസാരിക്കാം. പക്ഷെ അവനിപ്പോ എവിടെയാണെന്ന് നമ്മളങ്ങനെ കണ്ടുപിടിക്കും. അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. ഇതാരാ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നു? എനിക്കറിയാത്ത നമ്പറാണല്ലോ. ഹലോ കിരൺ, ഇത് ഞാനാണ്. ഞാനെന്ന് പറഞ്ഞ സോറി കിരൺ, ഞാൻ സുമിതയാ. സുമി, ഇതേത് നമ്പർ? എനിക്ക് കിരണിന്റെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തു പറ്റി സുമി? ഗിരി മിസ്സിംഗ് ആണ്. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കിരണിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അയ്യോ സുമി, സുമി വിചാരിക്കുന്ന പോലെ എനിക്ക് ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്ന് ആ അമ്പിയുടെ നിതീഷിന്റെ വാക്ക് കേട്ട് എന്തെങ്കിലും ചെയ്തെന്നല്ലാതെ. അപ്പോ അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നല്ലേ? അതൊന്നും എനിക്കറിയില്ല സുമി. ഗിരിസാറിനെതിരെ അവരെന്നെ ഉപയോഗിക്കുകയായിരുന്നു. അവസാനം എനിക്കെല്ലാം മനസ്സിലായത്. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരുന്നു. പിന്നെ ഞാൻ ഒന്നിനും നിന്നില്ല. അവിടുന്ന് രക്ഷപ്പെട്ടു പോരായിരുന്നു. സത്യമായിട്ടും ഗിരിസാറിന്റെ മിസ്സിംഗ് കേസോട്ട് എനിക്കൊരു ബന്ധമില്ല കേട്ടോ. സുമീനെ വിശ്വസിക്കണം. ഞാനിപ്പോ അതൊന്നും പറയാനായിട്ടല്ല കിരണിനെ വിളിച്ചത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിരണിന്റെ ഒരു സഹായം വേണം. സുമി പറഞ്ഞോളൂ, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. അതൊക്കെ ഞാൻ നേരിട്ട് പറയാം. അതിനെനിക്ക് കിരണിനെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. സുമി പറഞ്ഞാൽ മതി, എപ്പോ വേണമെങ്കിലും ഞാൻ വരാം. ഇതില് ഞങ്ങളിപ്പോ എന്ത് സഹായ സുമിതയ്ക്ക് ചെയ്തു തരണ്ടേ? അത് പിന്നെ കിരണിനും സുമിക്കും പരസ്പരം കാണാനും സംസാരിക്കാനും ഒരു സ്ഥലമാണ് ഞങ്ങൾ റെഡിയാക്കി തരണ്ടേ? അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയില് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. സുരക്ഷിതമായിട്ട് എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാനും കിരണിനെ കണ്ട് സംസാരിച്ച ശേഷം തിരിച്ചിങ്ങോട്ട് തന്നെ കയറി വരാനുമുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി തരണം. അതിപ്പോ പെട്ടെന്ന് പറയണമെന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ആലോചിച്ച് ഒരു പ്ലാൻ കണ്ടുപിടിച്ചാൽ മതി. സുമി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതിനുള്ള പ്ലാൻ ഞങ്ങൾ എന്തായാലും തയ്യാറായിക്കൊള്ളാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.